31 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബൈ ഇലക്ഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിന്റെ ഫലമാണ് ഇന്ന് പുറത്തുവന്നത്. ബൈ ഇലക്ഷന്റെ ഫലം പുറത്തു വന്നപ്പോഴത്തേക്കും ഒരു നേരിയ മുൻതൂക്കം UDF-നുണ്ട്. അത് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ളിടത്ത് 2020 പൊതു തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ അതേ അവസ്ഥ തന്നെ, സ്റ്റാറ്റസ് കോ തന്നെ പിന്തുടരുകയാണ്. ആ ചെറിയ വ്യത്യാസം ഗ്രാമപഞ്ചായത്തിൽ ചെറിയ വ്യത്യാസം വെച്ച് UDF-ന്റെ വമ്പൻ തിരിച്ചുവരവെന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ആഘോഷിക്കാനൊന്നുമില്ല. ചില സീറ്റുകൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് LDF-ന്. പക്ഷേ UDF-ന്റെയും BJP-യുടെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പിടിക്കാനും LDF-ന് ഈ ബൈ ഇലക്ഷന് സാധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് രാഷ്ട്രീയം പയറ്റുന്ന ഇലക്ഷനായിട്ടുള്ള ബൈ ഇലക്ഷനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള ഇലക്ഷനകത്ത് UDF-ന് അവരുടെ നിലവിലെ സീറ്റുകൾ അതേപോലെ തന്നെ കാപ്സ് മിഷൻ, അതായത് 2020 ഇടതെരഞ്ഞെടുപ്പിനകത്ത് വീടായിരുന്ന സീറ്റുകൾ അതേപോലെ നിലനിർത്താൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. LDF-ന് തന്റെ ഒരേ ഒരു സിറ്റി സീറ്റായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒരേ ഒരു സിറ്റി സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സിറ്റി സീറ്റ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് LDF-ന് നേരിയ തിരിച്ചടി എന്ന് മാത്രം പറയാൻ പറ്റുന്നത്. അതുപോലെ നേരിയ തിരിച്ചടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 2024 ലോക്സഭ ഇലക്ഷനെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും ഇതൊരു തിരിച്ചടിയാണെന്ന് പറയാനേ സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും 3 പഞ്ചായത്തുകൾ നേരിയ വ്യത്യാസത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു തിരിച്ചടിയാണെന്നാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. 2026 ഭിന്നശേഷിക്കാരിക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. 2026 കോൺഗ്രസിന് അധികാരത്വം മുഖ്യമന്ത്രി പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വേറെ കൂട്ടർ ഇപ്പോഴേ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 2026 കോൺഗ്രസ് എത്തുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവരുടെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. 2026 മുന്നേ ഒരു തദ്ദേശ സ്വയംഭരണ പൊതു ഇലക്ഷൻ ഉണ്ട് എന്ന കാര്യം മറക്കാതിരുന്നാൽ അവർക്ക് നന്ദി എന്ന് മാത്രം കൂട്ടിച്ചേർക്കാം. എന്തായാലും നമുക്ക് ആ കണക്കൊന്ന് പരിശോധിക്കാം. മൊത്തം പറയുമ്പോഴത്തേക്കും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഇലക്ഷൻ നടന്നത് 23 വാർഡുകളിലേക്കാണ്. അതിൽ 2020 LDF-ന് 12 വാർഡുകൾ ഉണ്ടായിരുന്നു. ഈ ബൈ ഇലക്ഷൻ വന്നതിനകത്ത് UDF-ന് 8, BJP-ക്ക് 2, പിന്നെ സ്വന്തം 1 എന്ന നിലയിലായിരുന്നു. ആ കണക്ക് 2024 ബൈ ഇലക്ഷൻ മാറിയിട്ടുണ്ട്. അത് LDF 10, UDF 11, BJP 1, സ്വതന്ത്രൻ ഇല്ല എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. കോൺഗ്രസിന് 3 സീറ്റ് അധികം ലഭിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ. മാത്രമല്ല BJP-ക്ക് 1 സീറ്റ് നഷ്ടമായിട്ടുണ്ട്, LDF-ന് 2 സീറ്റ് നഷ്ടമായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്കും LDF-ന് 1 സീറ്റ് നഷ്ടമാണ് 2020-നേക്കാൾ. UDF-ന് അതേപോലെ 1 സീറ്റ് നഷ്ടമായെങ്കിലും അവർക്ക് വേറൊരു സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചിരുന്നു. BJP അവരുടെ സീറ്റ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ സീറ്റ് അതേപോലെ തന്നെ BJP നിലനിർത്തിയാണ് ഉണ്ടായത്. 1 സീറ്റ് സ്വന്തം സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് തലത്തിലേക്കും നോക്കുമ്പോഴത്തേക്കും LDF-ന് 1 സീറ്റിംഗ് സീറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായിരുന്നത്. അത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. ആ സീറ്റ് അതേപോലെ തന്നെ പാർട്ടി നിലനിർത്തിയിട്ടുണ്ട്. UDF-ന് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. 3 സീറ്റുകളിലേക്കാണ് ബൈ ഇലക്ഷൻ വന്നത്. ആ 3 സീറ്റുകളും UDF നിലനിർത്തിയിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മാത്രമാണ് ബൈ ഇലക്ഷൻ വന്നത്. അത് നടന്നത് മലപ്പുറത്താണ്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് 2020 ഇലക്ഷനിൽ വിജയിച്ചത്. അത് 2024 ആ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ആ മണ്ഡലം നിലനിർത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നിലനിർത്തിയിട്ടുണ്ട്. ദളിത് ലീഗിനാണ് സീറ്റ് കൊടുത്തിരുന്നത്. ആ സീറ്റ് അവർ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് സംഭവം. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മാത്രമാണ് കാര്യമായ തിരിച്ചടി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് തിരിച്ചടിയെന്ന് മാത്രം പറയാൻ പറ്റില്ല. LDF അവിടെ സീറ്റുകൾ UDF-ന്റെ BJP-യുടെ സീറ്റുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ജില്ലാടിസ്ഥാനം നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് വെള്ളറടയിൽ BJP-ക്ക് ആയിരുന്നു സീറ്റ്. അത് BJP നിലനിർത്തി. കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും വെസ്റ്റ് കരടയിൽ UDF-ന്റെ സീറ്റ് LDF പിടിച്ചെടുത്തു. പിന്നെ കുന്നത്തൂരിൽ BJP-യുടെ സീറ്റ് LDF പിടിച്ചെടുത്തു. ഏലൂർ പഞ്ചായത്തിൽ LDF-ന്റെ സീറ്റ് LDF നിലനിർത്തുകയാണ് ഉണ്ടായത്. തേവലക്കര പഞ്ചായത്തിൽ രസകരമായ കാര്യമാണ്, UDF-ന്റെ സീറ്റ് LDF പിടിച്ചെടുക്കുകയും LDF-ന്റെ സീറ്റ് UDF പിടിച്ചെടുക്കുകയുമാണ് അവിടെ ഉണ്ടായത്. മറ്റിടത്ത് ചടയമംഗലത്ത് LDF-ന്റെ സീറ്റ് UDF പിടിച്ചെടുത്തു. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും LDF-ന്റെ സീറ്റ് UDF പിടിച്ചെടുക്കാനുള്ളത്. മാത്രമല്ല മറ്റൊരു പഞ്ചായത്തിൽ UDF-ന്റെ സീറ്റ് BJP പിടിച്ചെടുത്തു. പിന്നെ LDF-ന്റെ സീറ്റ് LDF നിലനിർത്തിയാണ്. ആരോപ്പുള്ള പഞ്ചായത്തിലാണ് LDF-ന്റെ സീറ്റ് LDF നിലനിർത്തിയത്. ആലപ്പുഴയിൽ പത്തൂർ പഞ്ചായത്തിൽ LDF-ന്റെ സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. കോട്ടയത്ത് ആതിരപ്പുഴയിൽ UDF-ന്റെ സീറ്റ് LDF പിടിച്ചെടുത്തു. ഇടുക്കിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സീറ്റ് ഇത്തവണ UDF ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിൽ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇടതനുകൂല സ്ഥാനാർത്ഥി ആയിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. പക്ഷേ ഇടത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി 2020 ജയിച്ച സീറ്റാണ് ഇവിടെ UDF പിടിച്ചെടുത്തത്. തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ചൗലൂർ പഞ്ചായത്തിൽ UDF നിലനിർത്തിയിരിക്കുകയാണ്.
നാട്ടികയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ്, നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. പാലക്കാട് ചാലിശ്ശേരിയിൽ UDF സീറ്റ് നിലനിർത്തി. അതേസമയം കൊടുവായൂർ LDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. വേറെ പഞ്ചായത്തിലാണെങ്കിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF വിജയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് തൃക്കല്ലൂരാണ് വൈലക്ഷൻ നടന്നത്. അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കുകയാണുള്ളത്. ആലങ്കോട് UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുക്കുകയും ചെയ്തു. കോഴിക്കോട് കാരശ്ശേരിയിലായിരുന്നു വൈലക്ഷൻ. കാരശ്ശേരിയിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. കണ്ണൂരിൽ 2 പഞ്ചായത്ത് വാർഡുകളിലേക്കാണ് വൈലക്ഷൻ. രണ്ടും LDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. ആ 2 സീറ്റുകളും LDF നിലനിർത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും 2020 ഈ 2024 ബൈ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മാത്രമാണ്. അത് UDFന് മേൽക്കൈ ഉണ്ട് എന്നതിൽ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. 2024 കഴിഞ്ഞ ഇലക്ഷന് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എടുത്തു തന്നെ പറയാം. എന്നിരുന്നാൽ പോലും സ്റ്റാറ്റസ് കോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അത് ഒരു പരിധിവരെ UDFന് സഹായകരമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു.